നിതിൻ കണിച്ചേരി, ഇന്ന് കോൺഗ്രസ് സ്വീകരിച്ച ഈ നിലപാട് സത്യത്തിൽ മാതൃകാപരമല്ലേ? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. കോൺഗ്രസ് സ്വീകരിച്ച ഈ നിലപാട് ഗത്യന്തരമില്ലാതെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ചെയ്യേണ്ടി വന്നു. ഗതികേട് കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വം ചെയ്തു എന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കേരളത്തിലുണ്ടായിട്ടുള്ള സമീപനം എന്താ? കോൺഗ്രസിന്റെ നേതാക്കളെ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളുകളായി യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ മാറി, കോൺഗ്രസിന്റെ നേതാക്കൾ മാറി. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കോൺഗ്രസ്സുകാരെ വിശ്വസിച്ച് അമ്മയും പെങ്ങളും സഹോദരിമാരും ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന നിലയിലേക്ക് എത്തി. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് തിരുവനന്തപുരത്തെ കോടതി ഇട്ടിരിക്കുന്ന ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സമീപകാലത്തൊന്നും ഒരു രാഷ്ട്രീയ നേതാവിനെതിരായി ഉയർന്നു വരാത്ത, രാഷ്ട്രീയ നേതാവെന്ന് പോട്ടെ, അങ്ങേയറ്റത്തെ കുറ്റം ചെയ്ത കുറ്റവാളികൾക്കെതിരായി പോലും വരാത്ത കാര്യങ്ങളാണ് കേരളത്തിൽ പുറത്തു വരുന്നത്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കും. ഈ സാഹചര്യത്തിലാണ് ഞങ്ങളെന്തോ മാതൃകാപരമായ കാര്യം ചെയ്തു, കോൺഗ്രസിന്റെ നേതൃത്വത്തിന് അല്പമെങ്കിലും ഉളുപ്പും ജനങ്ങളുടെ മുമ്പിൽ അവരെ അഭിമുഖീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണോ കോൺഗ്രസിന്റെ നേതൃത്വം പെരുമാറേണ്ടത്? എത്രയോ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. നിതിൻ കണിച്ചേരി അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു ഒഫീഷ്യൽ പരാതിയും ഇല്ലാതിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും അദ്ദേഹം വാശിയോടെ നേടിയെടുത്ത യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കുകയും ചെയ്തില്ലേ? അതൊരു നടപടിയല്ലേ? അതിനോട് പ്രസക്തിയില്ല. അടുത്ത ഘട്ടത്തിൽ ഇതാ പരാതി വരുന്നു. പരാതി കിട്ടുന്ന മുറയ്ക്ക് അപ്പോൾ തന്നെ പോലീസിന് കൈമാറുന്നു. അദ്ദേഹത്തെ ഇതാ ഇപ്പോൾ പൂർണ്ണമായും പുറത്താക്കുന്നു, ഇനി തിരികെ പ്രവേശിപ്പിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഈ പരാതികൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ നടപടിയെടുത്തു എന്ന ചോദ്യം ഏതെല്ലാം കേസിൽ ചോദിക്കാൻ കഴിയും? ഏതെല്ലാം കേസിൽ നമുക്ക് ചോദിക്കാൻ കഴിയുന്നതാണ്? അങ്ങനെ എടുക്കാത്ത ഏതെല്ലാം പാർട്ടികളുണ്ടെന്ന് നമുക്കറിയാം. ഇനിയിപ്പോ കോടതി കുറ്റവാളി എന്ന് കണ്ടെത്തിയ ആളുകൾ, ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം, ഇപ്പൊ പോലും വേണമെങ്കിൽ കോൺഗ്രസ് ചെയ്യാമായിരുന്നല്ലോ. പരാതി മാത്രമല്ലേ ഉള്ളൂ, കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയല്ലേ, കുറ്റക്കാരനെന്ന് വിധിച്ചില്ലല്ലോ, ശിക്ഷ വിധിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അയാളെ സംരക്ഷിക്കാമായിരുന്നല്ലോ. ആരെയെല്ലാമോ ഏതെല്ലാമോ പാർട്ടികൾ സംരക്ഷിച്ചതുപോലെ. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. ഇപ്പൊ നിങ്ങൾ പത്മകുമാറിനെ സംരക്ഷിക്കുന്നത് എന്താണ്? അദ്ദേഹം പാർട്ടി ചുമതലയിലൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞല്ലേ? ജില്ലാ കമ്മിറ്റിയിലുണ്ട്, അത് മറച്ചു വെച്ചൊരു കള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സെക്രട്ടറി. അപ്പൊ അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടുണ്ട് സംരക്ഷിക്കാമല്ലോ. കുഞ്ഞനന്ദന്റെ കേസിൽ അദ്ദേഹത്തെ കോടതി ശിക്ഷിച്ചില്ലേ? ആ കോടതി തന്നെയും തെറ്റാണെന്ന് പറഞ്ഞല്ലേ അദ്ദേഹത്തെ സംരക്ഷിച്ചത്? ടി പി ചന്ദ്രശേഖരൻ കേസിലെ കൊലയാളി എന്ന് പറഞ്ഞാൽ കൊലപാതകം എന്ന് പറഞ്ഞ നിഷ്ഠൂരമായ ആക്ടിൽ പങ്കെടുത്ത ആൾ, ആ ആളുടെ കല്യാണത്തിന്റെ മുഖ്യകർമ്മിയായി പോയത് നിങ്ങളുടെ MLA അല്ലേ, ഇപ്പോഴത്തെ സ്പീക്കർ? അപ്പൊ ആ നില സ്വീകരിക്കാമായിരുന്നു, കോൺഗ്രസിന് ചെയ്തില്ലല്ലോ. അവര് കോടതി വിധിക്ക് കാത്തില്ല, അന്തിമ വിധിക്ക് കാത്തില്ല, ഒന്നിനും കാത്തില്ല, പുറത്ത് എന്ന് പറഞ്ഞു. നിങ്ങൾ ആ നടപടിയെ ഒരു നിലയ്ക്കും അംഗീകരിക്കില്ല എന്നത് ഏത് യുക്തിയാണ്? ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. ഇഷാദെ, നിങ്ങൾ കുഞ്ഞനന്ദനെയും അതുപോലെ മറ്റു പലരെയും എല്ലാം ചൂണ്ടിക്കാണിച്ച് ഉദാഹരണം പറഞ്ഞ് വെളുപ്പിച്ചെടുത്താൽ വെളുപ്പിക്കാൻ പറ്റുന്നതാണോ കോൺഗ്രസിന്റെ നേതാവായിരുന്ന രാഹുലിനെ? രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കുക എന്ന ഉദ്ദേശം എനിക്കില്ല. ഒരു ക്രിമിനലിനെ അകത്ത് വെച്ചുകൊണ്ടിരുന്നില്ല, അവർ പുറത്താക്കി എന്നാണ് എന്റെ പോയിന്റ്. രാഹുലിനെ ഞാൻ വെളുപ്പിക്കുന്നുവെന്ന് മട്ടെടുക്കല്ലേ. രാഹുലിനെ കോൺഗ്രസ് കൊണ്ടു നടക്കുന്നില്ല, അവരദ്ദേഹത്തെ കളയുന്നു എന്നാണ് എനിക്ക് ക്ലാരിറ്റി വരുത്തുന്നത്. താങ്കൾ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കാൻ പണിയെടുക്കുന്നു. ക്രിമിനലുകളെ കൊണ്ട് നടക്കുന്നില്ല. ആ പോയിന്റിൽ ഊന്നി സംസാരിക്കാമോ താങ്കൾ? ഇല്ല, നിഷാദ് വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. നിഷാദിന്റെ ചില പ്രയോഗങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്. കുഞ്ഞനന്ദനെ പറ്റിയും മറ്റു പലരെയും പറ്റി താങ്കൾ ഉദാഹരിച്ചുകൊണ്ട് പറയുമ്പോൾ രാഹുലിനെ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് തോന്നിയാൽ പ്രേക്ഷകരെ കുറ്റം പറയാനാവില്ല. നീ അങ്ങ് ഉണ്ടാക്കല്ലേ. രാഹുലിനെ അല്ല, വേണമെങ്കിൽ ഞാൻ കോൺഗ്രസിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞോളൂ. കോൺഗ്രസിനെ ഞാൻ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞാൽ താങ്കൾക്ക് ഒരു ആരോപണമായിട്ട് ഉന്നയിക്കാം. രാഹുലിനെ അല്ലല്ലോ ഞാൻ പറഞ്ഞ, ക്രിമിനലിനെ തള്ളി അവര്. നിങ്ങൾ തള്ളിയില്ല എന്ന് എന്റെ പോയിന്റ്. ഈ രാഹുൽ മാങ്കൂട്ടം നിങ്ങൾ ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അയാൾ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അയാളെ കൂട്ടിക്കൊണ്ടുപോയ ആള് കോൺഗ്രസിന്റെ നേതാവായിട്ട് പിരിക്കുകയാണ്, സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അതാ നിന്റെ വിഷമം. വീക്ഷണം പത്രത്തിൽ ഇതെല്ലാം നടന്നതിന് ശേഷം മുഖപ്രസംഗം എഴുതി. ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു പത്രം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പത്രം ഇതുവരെ ഉണ്ടാവില്ല, അങ്ങനെ എഴുതി. ഒരു നടപടിയും ഉണ്ടായില്ല.
അതിനൊന്നും ഇല്ലേ? ഇപ്പൊ കേരളത്തിലെ ജനറൽ പബ്ലിക്കിന്റെ വികാരത്തെ ഒരു പാർട്ടി മാനിക്കുന്നു എന്നത് മാനിക്കാത്ത പാർട്ടികൾക്ക് ഒരു പാഠമല്ലേ? ഉത്തരം പറ. പക്ഷെ താങ്കൾ പറഞ്ഞത് നമുക്ക് അംഗീകരിക്കാം. കോൺഗ്രസിന്റെ നേതൃത്വം ഈ വിവാദം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ, ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ അന്വേഷിച്ച് ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തി ഇയാൾക്കെതിരായി നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ, കോൺഗ്രസിൽ നിന്ന് പുറന്തള്ളിയിരുന്നുവെങ്കിൽ ഈ കാര്യം മനസ്സിലാക്കാം. ഗത്യന്തരമില്ലാതെ വന്നപ്പോ എന്ന വാക്കു തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഗത്യന്തരമില്ലാത്ത സാഹചര്യത്തിലാണ് ഇയാളെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടി കോൺഗ്രസ് എടുത്തത്. അങ്ങോട്ട് മാറി എന്ന് അറിയാം. കോൺഗ്രസിന്റെ ധാർമ്മികത വസന്ത് പിന്നെ തുടങ്ങിയേക്കാം. അദ്ദേഹം പറഞ്ഞത്, നിതിൻ കണിച്ചേരി പറഞ്ഞത്, ഗത്യന്തരമില്ലാത്ത സമയത്ത് കോൺഗ്രസ് രാഹുലിനെ കൈവിട്ടു എന്നാണ്. എന്നാൽ നോക്കൂ, ആഴക്കടലിൽ മുങ്ങിത്താഴുന്ന കണക്കിന് കഴുത്തിൽ തിരികല്ല് കെട്ടി ആ പാർട്ടി താഴേക്ക് വീണു പോകുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ടും എം മുകേഷ് അടക്കമുള്ള സ്ത്രീ പീഡകരെ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്ന പാർട്ടിയാണ് CPIM എന്ന് അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാതെ വയ്യ. നിങ്ങളുടെ മന്ത്രിസഭയുണ്ടല്ലോ ശ്രീ നിതിൻ, ആ മന്ത്രിസഭയിലുണ്ട് 2 പ്രൊഡക്റ്റേഴ്സ്. ഒരാളുടെ ഓഡിയോ അടക്കം പുറത്തു വന്നതാണ് കേട്ടോ. അത് അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. രണ്ടാമത്തെ ആൾക്കെതിരെ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ, പിന്നീട് 1 ഡസൻ പരാതികൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? ഇനി കൊല്ലത്ത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്ന എം മുകേഷ് ഉണ്ടല്ലോ, അയാൾ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നതിന് മുമ്പ് അയാളുടെ ആദ്യ ഭാര്യ 7ാം മാസത്തിൽ ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ എന്റെ അടിവയറ്റിലേക്ക് കുഞ്ഞടക്കമുള്ള ഗർഭാവസ്ഥയിൽ ആഞ്ഞു ചവിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ കോടതിയിൽ കേസ് കൊടുത്തത്. അതിനുശേഷമാണ് കേട്ടോ നിങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അതിനുശേഷമാണ് കേട്ടോ നിങ്ങൾ കൊല്ലത്ത് മത്സരിപ്പിക്കുന്നത്. അതിനുശേഷമാണ് കേട്ടോ വിവിധ തരത്തിലുള്ള പരാതികൾ അയാൾക്കെതിരെ വരുന്നത്. അതിനും ശേഷമാണ് കേട്ടോ നിങ്ങൾ അയാളെ കൊണ്ടുപോയി കൊല്ലം പാർലമെന്റിൽ മത്സരിപ്പിക്കുന്നത്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. കഴിഞ്ഞ ഒരു 3 മാസം മുമ്പാണെന്ന് തോന്നുന്നു ഈ രാഹുലിനെതിരായ ആരോപണം ആദ്യം വരുമ്പോ അന്ന് CPM-ന്റെ പ്രതിനിധിയായി എന്നോടൊപ്പം ചർച്ചയിൽ ഉണ്ടായിരുന്നത് സഹാബ് അനിൽകുമാറാണ്, കോട്ടയത്ത് നിന്നുള്ള. അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞു, നിങ്ങൾ രാഹുലിനെ പുറത്താക്കൂ, ഞങ്ങൾ ആ അടുത്ത നിമിഷം മുകേഷിനെ പുറത്താക്കുമെന്ന്. ചെക്ക് വെക്കുകയാണ്. പുറത്താക്ക് മുകേഷിനെ, പുറത്താക്ക്. അത് അന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഇനി അദ്ദേഹം വീക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു, അതിന് കൂടി ഉത്തരം പറയാം. ഈ പാർട്ടിയുടെ PCC അധ്യക്ഷൻ, ഈ പാർട്ടിയുടെ CLP ലീഡർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, KC വേണുഗോപാൽ അടക്കം ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ടവരെല്ലാം അതിനെ തള്ളി പറഞ്ഞു. എന്നാൽ ആന്തൂർ സാജൻ മരിച്ചതിന്റെ പിറ്റേ ദിവസം സാജന്റെ ഭാര്യയുടെ അവിഹിതമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നെഴുതിയ ദേശാഭിമാനിയെ ന്യായീകരിക്കുന്ന സംസ്ഥാന സെക്രട്ടറിയെ നമ്മൾ കണ്ടതാണ് കേട്ടോ. അപ്പൊ അതടക്കമുള്ളത് കേരളത്തിന്റെ പൊതുമനസാക്ഷി ഇനി ചർച്ച ചെയ്യും. ശ്രീകുമാർ, കേരള രാഷ്ട്രീയത്തില് ഇന്ന് ഉച്ചയ്ക്ക് 1 മിനിറ്റ് കൊണ്ട് 1 വരി കൊണ്ട് കോൺഗ്രസ് മാറ്റിമറിച്ചു എന്നുള്ളതാണ്. നാളെ വൈകിട്ടത്തെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ശബരിമല കൊള്ളക്കേസിലെ, സ്വർണ്ണക്കട്ട കേസിലെ CPM നേതാക്കൾ ജയിലിൽ കിടന്നതും അവരുടെ റിമാൻഡ് കാലാവധി നീട്ടിയതും, അതുപോലെ PM ശ്രീ പദ്ധതിയിൽ കാലമായി നിന്നുകൊണ്ട് CPI മുന്നണിയെയും വഞ്ചിച്ചതും, അതുപോലെ ഒരുപാട് വിഷയങ്ങൾ നാളെ തൊട്ട് ചർച്ച ചെയ്യാൻ പോവാണ്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ആ ചർച്ചയ്ക്കിടയിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഞങ്ങൾക്ക് രക്ഷയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി CPM-ന്റെ പ്രതിനിധികളെ നേരത്തെ ആകാമായിരുന്നില്ലേ, മുമ്പ് ചെയ്യാമായിരുന്നില്ലേ, പരാതിയില്ലെന്നൊക്കെ ചോദിക്കും. ഇതൊന്നും ജനം വിശ്വസിക്കില്ല. ജനം ഇന്ന് ഒരൊറ്റ പാർട്ടിയെ വിശ്വസിക്കുന്നുള്ളൂ ഇക്കാര്യത്തിൽ, അത് കോൺഗ്രസിനാണ്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഇന്നവർ പടക്കം പൊട്ടിച്ചു, CPM-ന്റെ പ്രവർത്തകരെ പടക്കം പൊട്ടിച്ചു. എന്തിനാണ് പടക്കം പൊട്ടിച്ചത്? 2 രീതിയിൽ കാണാം. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പുറത്താക്കിയതിനുള്ള ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് KPCCക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പടക്കം പൊട്ടിക്കലായിട്ട് അതിനെ ചിത്രീകരിക്കാം. കാരണം അവരുടെ നേതാക്കളോട് പറയാണ്, ദാ നോക്കൂ, KPCC പുറത്താക്കി, നമ്മുടെ കൂട്ടത്തിലുള്ളവരെ എവിടെ പുറത്താക്കുന്നു? ഈ പടക്കത്തിൻ്റെ ശബ്ദങ്ങളും നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ ആ ചെവി ഒന്ന് തുറന്നു വെക്കൂ, നിങ്ങളുടെ കണ്ണൊന്ന് തുറന്നു വെക്കൂ എന്ന് ഇന്ന് CPM പ്രവർത്തകർ കാണിക്കുന്നതായിരിക്കും. CPM-ന് പറയാം അത് ജാമ്യം നിഷേധിച്ചുകൊണ്ടാണെന്ന്. ജാമ്യന് മേൽക്കോടതിയൊക്കെ വരുമ്പോൾ അത് വേറെ വിഷയം. നിയമം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് തീരുന്നൊരു കാര്യമല്ലല്ലോ. പക്ഷേ രാഷ്ട്രീയമായിട്ട് ഇവിടെ KPCCയുടെ തീരുമാനത്തെ CPM പ്രവർത്തകർ മധുരം കൊടുത്തും പടക്കം പൊട്ടിച്ചും അവർ സ്വാഗതം ചെയ്തു എന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത്.
അത് ജോറായി എനിക്കിഷ്ടായി. ശരി, ഇത് ഒറ്റ കേൾക്കൂ. മിനിറ്റ്. ഇതാ നിതിൻ ഗഡ്കരി ഇത് കേൾക്കൂ. അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതി, അതിന്മേൽ സ്വീകരിച്ച 2 നടപടികൾ, അത് കോൺഗ്രസും ജനങ്ങളുമായിട്ടുള്ള ഏർപ്പാടാണ്. അതിനിടയ്ക്ക് വർത്തമാനം പറയാൻ CPM-ന് എന്ത് ധാർമ്മികത? വാലിഡ് ക്വസ്റ്റ്യൻ ആണല്ലോ. നിങ്ങൾക്ക് തോന്നുന്ന ആളുകളെ എല്ലാം നിങ്ങൾ സംരക്ഷിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുഞ്ഞനന്തൻ ഈ ചന്ദ്രശേഖരനെ വെട്ടി കൊന്ന കേസിലെ പ്രതിയാണെന്ന് കോടതി കണ്ടെത്തിയതാണ് വിചാരണയ്ക്കൊടുവിൽ. നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. നിങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചു കൊണ്ടുവരുന്നു അവസാനം വരെ. ഷാഫി മുഖത്ത് വെട്ടി കൊല്ലാനുള്ള സംഘത്തിൽ പങ്കെടുത്ത ആളാണ്. ഷാഫിയുടെ കല്യാണം നടത്തി കൊടുത്ത ആരായിരുന്നു മുഖ്യ കർമ്മി? അവ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും സംരക്ഷിക്കും, ആർക്കു വേണ്ടിയും ന്യായവാദങ്ങൾ എഴുതും. നിങ്ങൾ കോൺഗ്രസിന് നേരത്തെ പുറത്താക്കാമായിരുന്നു ഒക്കെ പറയാൻ വല്ല അർഹതയുള്ളവരാണോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എനിക്ക് ശ്രീകുമാർ സാറിനോട്, ഞാൻ അദ്ദേഹത്തെ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ്, ഒരു മുതിർന്ന ആൾ, പ്രായം കൊണ്ടുമൊക്കെയുള്ള ബഹുമാനമുണ്ട്. പക്ഷേ കഷ്ടം തോന്നുന്നു, ഈ പ്രായത്തിൽ ഇങ്ങനെ വന്നിരുന്ന് ഒരു പെണ്ണുപിടിയനെ ന്യായീകരിക്കേണ്ടി വരുന്നതില്ല അദ്ദേഹത്തോട്. എന്താണ് ഇപ്പം അദ്ദേഹത്തോട് പറയുക? കഷ്ടം എന്നല്ലാതെ എന്താ പറയുക? വായുനൂലും പറഞ്ഞാണ്ടല്ലോ. ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ടി വരുന്നു. കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടാണ്. ഞാൻ ന്യായീകരിച്ചു എന്ന് പറഞ്ഞു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? അതിൽ വേണ്ട തെണ്ടി. നിതിൻ ഗഡ്കരി തെറ്റായ കാര്യം പറഞ്ഞു പോകല്ലേ. അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചില്ല, ആ പ്രശ്നത്തെ എടുത്ത് കളഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കോൺഗ്രസിനെ ന്യായീകരിച്ചു, രാഹുലിനെ അല്ല. ആ പരിപ്പ് ഇവിടെ വേവില്ല കേട്ടോടാ പുന്നാര മോനെ. ഒരു പെൺകുട്ടി, തന്റെ കമ്മിറ്റിയിലുള്ള പെൺകുട്ടി പറയാണ് പ്രസിഡന്റിനോട്, ഇയാളെ ആക്കരുത്, പെൺകുട്ടികൾക്ക് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഹൂ കെയേഴ്സ് എന്ന മനോഭാവത്തിൽ നിന്നു എന്ന് മാത്രമല്ല, പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പറഞ്ഞ എന്തിനാ വായിൽ വെള്ളം പറ്റിക്കുന്ന പീതാംബര? എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്, നിങ്ങൾ ഏത് ധാർമ്മിക പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസിനോട് ഈ ന്യായം പറയുന്നത്? അത് വിശദീകരിച്ചിട്ടില്ലേ ബാക്കി പറയാൻ പറ്റൂ? നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യുന്നത് എന്തിനാണ്? ഞാൻ ചോദിക്കുന്നത്, ആളെ മുഖത്ത് വെട്ടിക്കൊല്ലുന്ന കൊട്ടേഷൻ സംഘാംഗങ്ങളുടെ വീട്ടിലെ പ്രധാന പരിപാടിയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ, അതിന്റെ മുഖ്യ സൂത്രധാരനെ ഒരു കോടതി ശിക്ഷിച്ചാലും അംഗീകരിക്കാത്ത നിങ്ങൾ, വേറെ പ്രിഡേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാത്ത നിങ്ങൾ, അയ്യപ്പന്റെ സ്വർണം കട്ട കേസിൽ ആസൂത്രകനെന്ന് കണ്ടെത്തിയ ആൾക്കെതിരെ സംഘടനാ നടപടി എടുക്കാത്ത നിങ്ങൾ, ഏത് ധാർമ്മിക പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് ഈ രാത്രിയിൽ കോൺഗ്രസിനോട് വർത്തമാനം പറയുന്നത് എന്ന മൗലിക ചോദ്യം അവിടെ ഉണ്ട് നിതിൻ. അത് സ്കിപ്പ് ചെയ്താൽ ഞാൻ വീണ്ടും ചോദിക്കും. ഞങ്ങളുടെ പാർട്ടിക്ക് ശരി എന്ന് തോന്നുന്നതും ജനങ്ങൾക്ക് ശരി എന്ന് ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഒരാളും എന്ന് ഞങ്ങൾ വീണ്ടും ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകും. നിഷാദ്, അതെ അല്ല നിഷാദ് ആവർത്തിക്കണ്ട. നിഷാദ്, നിങ്ങൾ പറഞ്ഞ ഞാൻ മനസ്സിലാക്കിയല്ലോ, നിങ്ങൾ ആവർത്തിക്കണ്ട. നിങ്ങൾ ഇനി ആവർത്തിച്ചുകൊണ്ടേ ഇരുന്നത് കൊണ്ട് പ്രയോജനമില്ല. രാഹുൽ പത്രക്കാരോട് പറഞ്ഞത്, ആരാണ് എനിക്കെതിരെ പറയുന്നത്? കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ താങ്കൾക്കെതിരെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ മറുപടി, ആരാണ് പറയുന്നത്? ആ നേതാവിന്റെ പേര് പറയൂ, ചരിത്രം ഞാൻ അങ്ങോട്ട് പറയാം. ഇതാണ് പറഞ്ഞത്. ആ ചരിത്രം രാഹുലിന് അറിയുന്നിടത്തോളം കാലം, രാഹുൽ വാ തുറക്കുമെന്ന് ഭയമുള്ളിടത്തോളം കാലം VD സതീശൻ മിണ്ടില്ല, അടൂർ പ്രകാശ് മിണ്ടില്ല, ഷാഫി പറമ്പലിന് മിണ്ടില്ല, മിണ്ടാൻ പറ്റില്ല. കാരണം ഇവരെല്ലാം ഒരേ കൂട്ടുകൃഷി നടത്തുന്നവരാണ്. അപ്പോ ഇതേ യുക്തി വെച്ച് ഞാൻ തിരിച്ചൊരു ചോദ്യം, ബ്രേക്ക് എടുക്കുന്നതിന് മുമ്പ് ഇതേ യുക്തി വെച്ച് ഞാനൊരു ചോദ്യം തിരികെ, ഇതേ യുക്തി വെച്ച് നിതിൻ ഗഡ്കരി ഇതേ യുക്തി വെച്ച് ഞാനൊരു ചോദ്യം. മുകേഷിനെ നടപടിയെടുക്കാത്തതിന് പിന്നിൽ, ആർക്കെതിരെ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തതിന് പിന്നിൽ, കുഞ്ഞനന്തനെ തള്ളിക്കളയാത്തതിന് പിന്നിൽ ഞങ്ങളും പിടിക്കപ്പെടുമെന്ന നേതാക്കളുടെ ഭയമായിരുന്നു. ഇവിടെ സതീശന് ഭയം, ഷാഫിക്ക് ഭയം. അപ്പൊ നടപടിയെടുക്കാത്ത നിങ്ങളുടെ നേതാക്കന്മാർക്കും ഭയം. കുഞ്ഞനന്തനെ പിടിച്ചാൽ ചന്ദ്രശേഖരൻ കേസിൽ നേതാക്കൾ വെളിപ്പെടും, പത്മകുമാറിനെ പിടിച്ചാൽ സ്വർണ്ണക്കൊള്ള കേസിൽ നേതാക്കൾ വെളിപ്പെടും, മുകേഷിനെ പിടിച്ചാൽ വേറെ ഏതൊക്കെയോ നേതാക്കൾ വെളിപ്പെടും എന്ന ഭയം പ്രവർത്തിക്കുന്നുണ്ടോ?
എന്താ ഉറക്കം വരുന്നു. നിഷാദെ, രാഹുൽ പത്രക്കാരോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്. ഏത് നേതാവാണ് എന്നെ കുറിച്ച് പറഞ്ഞത്? എനിക്കെതിരായിട്ട് ആര് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞോ? പക്ഷെ എന്തുകൊണ്ട് ചരിത്രം അവർ ഞാൻ പറയാതിരുന്നാൽ പറഞ്ഞു തരാം ഇതിനില്ലല്ലോ. എന്ന് പത്രക്കാരോട് നോക്കൂ, രാജ്മോഹൻ ചോദിച്ചു. ഉണ്ണിത്താൻ ഈ പറയാതിരുന്നില്ല. പറയുന്ന മാന്യൻ പാലക്കാട് വി.ഡി. വന്നപ്പോൾ സതീശൻ ചോദിച്ചു. പറയാതിരുന്നില്ല. ഇനിയിപ്പോ അല്ല, ഇനി നിഷാദെ, മുരളീധരൻ നിങ്ങൾക്ക് പറയാതിരുന്നില്ല. മുകേഷിന്റെ കാര്യം- അതും കയ്യിൽ നിന്ന് പോയി. നിങ്ങൾ സമയം തരുമോ? നിങ്ങൾ സമയം തരുമോ? മുകേഷിന്റെ കാര്യത്തിലെ ചരിത്രം മുഴുവൻ ഞാൻ പറയാം. മുകേഷിന്റെ ചരിത്രം നമുക്ക് എടുക്കാം, കുഞ്ഞനന്ദന്റെ ചരിത്രം നമുക്ക് എടുക്കാം, ചന്ദ്രശേഖരന്റെ കേസ് നമുക്ക് എടുക്കാം. എടുക്കണ്ട, ഏത് ഞാൻ കേസും കോടതി, എന്റെ എടുക്കാം. മുമ്പിൽ കോടതി നടപടി മതി. അല്ല. മുകേഷിന് പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ഈ കുറ്റമുള്ളതാണെന്ന് പറഞ്ഞ്. കുഞ്ഞനന്ദൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയതാണ്. അതിനപ്പുറം നമ്മളിപ്പോ നിങ്ങളുടെ ഈ വലിയ ചരിത്രം എന്തിനാണ് നമ്മൾ സമയം എടുക്കുന്നത്? പിന്നെ നാണക്കെടുത്തി. എന്താണ് നമ്മുടെ മുമ്പിലുള്ള പേപ്പർ? എന്താണ്? ഒന്ന് ചാർജ് ഷീറ്റും ഒന്ന് കോടതി വിധിയുമാണ്, പോരെ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ എന്തോ ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, കോൺഗ്രസ് എന്തോ ഒരു വലിയ ധാർമ്മികത ചെയ്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ രാഹുലിനൊപ്പം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും കൂട്ടുകൃഷി നടത്തി വിളവെടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു വെച്ചിരുന്ന കോൺഗ്രസിന്റെ നേതൃത്വം ഗത്യന്തരമില്ലാതെ ചെയ്തതാണ്. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പഴയ സഹപ്രവർത്തകൻ പി ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി വെച്ചപ്പോ സെക്സ് റാക്കറ്റ് ആണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നാണ് വിളിച്ചത്. അപ്പൊ ആ സെക്സ് റാക്കറ്റിൽ നടക്കുന്ന, അദ്ദേഹത്തിന്റെ ഭാഷയിലെ സെക്സ് റാക്കറ്റിൽ നടക്കുന്ന കൂട്ടുകൃഷിയുടെ തലവനാണോ നിതിനെ സഖാവ് പിണറായി വിജയൻ? MV ഗോവിന്ദനാണോ അതിന്റെ സെക്രട്ടറി? പി ശശിയാണോ അതിന്റെ ഓഫീസ് കൈകാര്യം ചെയ്യുന്നത്? രണ്ടദ്ദേഹം ശ്രീകുമാർ സാറിന്റെ പ്രായം ചോദിച്ചു. എനിക്ക് തോന്നുന്നു MV ഗോവിന്ദൻ മാഷിനെക്കാട്ടിലും വലിയ പ്രായമൊന്നും ശ്രീകുമാർ സാറിനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഗോവിന്ദൻ മാസ്റ്റർ ഒരു നാണവും മാനവും ഇല്ലാതെ വന്ന് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ തീവ്രത അളക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അതിന്റെ റിപ്പോർട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ഉളുപ്പില്ലാതെ, അച്യുതാനന്ദന്റെ ഭാഷ എടുത്താൽ ഉളുപ്പില്ലാതെ വായിച്ചപ്പോ എവിടെ പോയിരുന്നു നിതിനെ അങ്ങയുടെ ആത്മരോക്ഷം? എവിടെ പോയിരുന്നു അങ്ങയുടെ ധാർമ്മിക ബോധം? എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചില്ലേ, കെ മുരളീധരൻ അടക്കമുള്ളവർ എടുത്ത നിലപാടിനെ പറ്റി പറഞ്ഞ് എന്നെ പ്രതിരോധത്തിലാക്കാൻ നോക്കിയില്ലേ? എനിക്ക് അഭിമാനമാണ് ഇതിനെ. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പ്രെഡേറ്റർ ഉണ്ട് എന്ന് വെളിവാക്കപ്പെട്ടാൽ അയാളെ പുറത്താക്കാൻ വേണ്ടി മുഖം നോക്കാതെ സംസാരിക്കാൻ ഇന്നും നേതാക്കൾക്ക് ആർജവമുണ്ട്. വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? അത് പറഞ്ഞാൽ അതിന്റെ പിറ്റേന്ന് കെ മുരളീധരന്റെയോ നേരത്തെ പറഞ്ഞ ഷഹബാസിന്റെയോ വസന്ത തെങ്ങുംപള്ളിയുടെയോ ഒന്നും വീട്ടിലേക്ക് മാഷാ അള്ളാ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച, വെറും ഇന്നോവയല്ല കേട്ടോ, മാഷാ അള്ളാ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ തിരിയില്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അപ്പൊ ആ ബെഞ്ച് മാർക്കുകളെ മുഴുവൻ പൊളിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ കേരള രാഷ്ട്രീയത്തിന് മുമ്പിൽ പുതിയൊരു ബെഞ്ച് മാർക്ക് വെക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു പാർട്ടി പെരുമാറേണ്ടതെന്ന്. അത് കണ്ടു പഠിക്കുന്നതേ, എന്നിട്ട് വർത്താനം പറ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.